ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരു പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ബോട്ടിൻ്റെ 1208 സൺബേൺ എഡിഷൻ എന്ന് പറയുന്ന ഈ ഒരു അമ്മിക്കുഴ രീതിയിലുള്ള സിലിണ്ടർ ഡിസൈനിലുള്ള ഈ ഒരു സ്പീക്കറിൻ്റെ എൻ്റെ ഒരു കഴിഞ്ഞൊരു മാസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ഒരു മടിയും കാണിക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിത് ആക്ച്വലി വാങ്ങിയത് ഈ ഒരു ക്രിസ്മസ് വെക്കേഷൻ ടൈമിൽ ഫാമിലിയായിട്ട് ചെറിയൊരു ഔട്ടിങ്ങൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോകുന്ന സ്ഥലത്ത് വെച്ച് നല്ല പാട്ടൊക്കെ കേൾക്കുക, അതിൻ്റെ കൂടെ ഇതിൻ്റെ വീഡിയോ എടുത്ത് ആ ഒരു എക്സ്പീരിയൻസും ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഒരുമിച്ച് ചെയ്യാം എന്നുള്ളതായിരുന്നു പ്ലാൻ ചെയ്തത്. പനി, ജലദോഷം, കണ്ണീക്കേട് എല്ലാം കൂടി ഒരുമിച്ച് വന്നതുകൊണ്ട് തന്നെ എല്ലാ പരിപാടിയും ഭംഗിയായിട്ട് കൊളായി കിട്ടി. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത് ബോട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. 4099 രൂപ, 4099 റുപ്പീസിനാണ് എല്ലായിടത്തും പ്രൈസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയപ്പോൾ കാർഡല്ല, കൂപ്പൺ ഓഫറും അതേപോലെ തന്നെ UPI ട്രാൻസാക്ഷൻ ഓഫർ എല്ലാം കഴിഞ്ഞിട്ട് 3620 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. സോ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് നിങ്ങളും വാങ്ങുമ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. കാരണം ഇത്തരത്തിലുള്ള ഡിസ്കൗണ്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, ഉറപ്പില്ല, ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഓവറോൾ ഡിസൈനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു RGB ലൈറ്റ് സെറ്റപ്പ് ഉണ്ടല്ലോ സൈഡിലുള്ള, അത് തന്നെയാണ് എന്നെ ഹഠാതെ അങ്ങ് ആകർഷിച്ചത്. നല്ല രസമുണ്ട് കേട്ടോ, നല്ലൊരു കിഡിലൻ സെറ്റപ്പ് തന്നെയാണ് ഈ സൈഡിലത്തെ RGB ലൈറ്റ് എന്ന് പറയുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു നൈലോൺ ടൈപ്പ് ക്ലോത്ത് വെച്ചിട്ട് മൊത്തത്തിൽ റാപ്പ് ചെയ്ത് സെൻറ്ററിലൊരു റബ്ബർ ബീഡിങ് പോലെ കൊടുത്തിട്ടുണ്ട്. അതിലാണ് ഇതിൻ്റെ കൺട്രോളുകളെല്ലാം വരുന്നത്, പവർ ബട്ടൺ അടക്കം. പുറകിൽ ഇത്തരത്തിലൊരു ക്യാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പോർട്ടുകൾ, USB പോർട്ട്, ചാർജിങ് പോർട്ട്, കാര്യങ്ങളെല്ലാം അവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്കിതിൻ്റെ ബട്ടൺസും പോർട്ടുകളും ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് പവർ ബട്ടൺ. ഇത് ലോങ് പ്രസ് ചെയ്താൽ ഓൺ ആക്കാനും ഓഫ് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഇൻഫിനിറ്റി പ്ലസ് എന്നുള്ളത്, അതായത് നമുക്ക് ഇതേപോലുള്ള മറ്റൊരു ഡിവൈസ് കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഒരുമിച്ച് 2 ഡിവൈസ് കണക്ട് ചെയ്ത് നമുക്ക് നല്ലൊരു ലൗഡായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. ഈ ഒരു മൈക്കിൻ്റെ എംബ്ലം ഉള്ളത് നമ്മുടെ ഫോണിലെ വോയിസ് അസിസ്റ്റന്റ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് ആസ് യൂഷ്വൽ പ്ലേയും പോസും ആണ്. ഇത് മോഡുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ നമുക്ക് FM വേണോ അതോ ബ്ലൂടൂത്ത് വേണോ, അതിനുള്ള മോഡുകൾ സെലക്ട് ചെയ്യാനാണ്. പിന്നെ ആസ് യൂഷ്വൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ആണ്. താഴെ ഈ ഒരു LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതിൻ്റെ ബാറ്ററിയുടെ ലെവൽ കാണിക്കാനായിട്ട്. ഇനി ഇതിൻ്റെ പോർട്ടുകളുടെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ചാർജിങ് USB Type C ചാർജിങ് പോർട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ റീസെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഇതുണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ എറർ വന്ന് കണക്റ്റ് ആവാത്ത പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. മൈക്രോ SD കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. പെൻ ഡ്രൈവ് കുത്താനുള്ള USB ഡ്രൈവ് കുത്താനുള്ള ഓപ്ഷൻ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഓക്സ് ഔട്ട് ഇവിടെ വരുന്നുണ്ട്. സോ നമുക്ക് ആ ഒരു ഓക്സിൻ്റെ ബെനിഫിറ്റും ഇവിടെ എടുക്കാനായിട്ട് സാധിക്കും. IPX7 സ്പ്ലാഷ് ആൻഡ് ഡസ്റ്റ് പ്രൂഫാണ് കൊടുത്തിരിക്കുന്നത്. സോ വെള്ളത്തിലിടുക, മഴയത്ത് പാട്ട് കേൾക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കേടാവാനുള്ള ചാൻസ് ഉണ്ട്. ചെറിയ രീതിക്ക് വെള്ളം തെറിച്ചാലോ പൊടി കയറുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ആ ഒരു സിറ്റുവേഷനൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നവും വരില്ല. അതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഡിസൈൻ എന്ന് പറയുന്നത്. ഡിസൈൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും പറയാനില്ല കേട്ടോ. ഇച്ചിരി ബൾക്കിയാണ്, 14 വാട്ടാണ് ഇതിൻ്റെ ഔട്ട് വരുന്നത്. സോ അത് വെച്ച് നോക്കുമ്പോൾ ഒരു കുറച്ച് ബൾക്കിയാണ്. 2 ഡ്രൈവർ കൊടുത്തിട്ടുണ്ട്, 76 mm രണ്ടും 2 സൈഡിലാണ്. ഡിസൈൻ്റെ കാര്യത്തിൽ ബൾക്കിയാണ്, അല്ലാതെ വേറെ കംപ്ലൈൻ്റ് ഒന്നും. വെയിറ്റും ഉണ്ട്, ഏകദേശം 1 കിലോയ്ക്ക് 1.5 കിലോളം വെയിറ്റ് ഉണ്ട് ഇത് ഏകദേശം. പിന്നെ ഈ ഒരു 2 ഹുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ സ്ട്രാപ്പ് ഇതിൽ കൊളത്തിയിട്ട് തോളിൽ ഞാത്തിയിട്ട് നടക്കാം. അതേപോലെ തന്നെ എവിടെയെങ്കിലും ഹാങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മരത്തിലോ അല്ലെങ്കിൽ വല്ല കമ്പിയിലോ ഒക്കെ ഹാങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഡിസൈനിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. എനിക്ക് പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നുമില്ല കേട്ടോ ഡിസൈനിനെ കുറിച്ച് പറയാനായിട്ട്. ഇനി ഇതിൻ്റെ ഒരു ഓഡിയോ എക്സ്പീരിയൻസിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല വോക്കൽ ക്ലാരിറ്റിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ സാധനം ഓക്കെയാണ്. ബോട്ടിൻ്റെ ആ ഒരു സിഗ്നേച്ചർ സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാനായിട്ട് സാധിക്കും. ആ ഒരു മിഡിലായിട്ടുള്ള നല്ലൊരു സൗണ്ട് തന്നെയാണ് കിട്ടുന്നത്. ഓവർ ബേസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ച് നിരാശപ്പെടേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ലൗഡ്നെസ്, അതിലാണ് എനിക്കൊരു നെഗറ്റീവ് പറയാനായിട്ടുള്ളത്. ഇത്രയും വലിയൊരു പ്രൊഡക്റ്റൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നല്ലൊരു ലൗഡ്നെസ് എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ ആ ഒരു ലൗഡ്നെസ് ഇതിൽ നിന്ന് കിട്ടുന്നില്ല. ഞാനൊരു ഓപ്പൺ ഏരിയയിൽ ഞാനിതിൻ്റെ ഒരു സാമ്പിൾ കേൾപ്പിക്കാം. ഞാൻ ഈ ഒരു മൈക്കിൽ കൂടെ റെക്കോർഡ് ചെയ്ത് അതിൻ്റെ നിങ്ങൾക്കിത് ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും. അതുകൂടെ ഒന്ന് മനസ്സിലാക്കുക. ആ സാമ്പിൾ കേൾക്കാം. ഇത് ഓപ്പൺ ഏരിയയാണ് കേട്ടോ, കംപ്ലീറ്റ്ലി ഒരു പുഴയുടെ സൈഡിലാണ്.
ഇനി അതേപോലെ തന്നെ ഒരു റൂമിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മളിത് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഇതായിരിക്കും. സെയിം, ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് നിങ്ങൾ ഡയറക്റ്റ് ലൈവായിട്ട് കേൾക്കുന്നതല്ല, അത് മറ്റൊരു മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കുന്ന ഒരു വോയിസ് ആണ്. അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും. നമുക്ക് ഓവർ ലൗഡ്നെസ് മിസ്സിംഗ് ആണ്. അതേപോലെ തന്നെ ഓവർ ബേസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതും മിസ്സിംഗ് ആണ്. അതല്ലാത്ത പക്ഷം ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു വോക്കൽ ആൻഡ് നല്ല ആ ഒരു ട്രിബിളൊക്കെ നല്ല സൂപ്പറായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാവർക്കും പല പല ചോയ്സ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങളിത് ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഷെയർ ചെയ്യുക. ഞാൻ കേൾക്കുന്ന രീതിക്ക് അല്ലെങ്കിൽ ആ ഒരു ഇക്വലൈസറിലായിരിക്കില്ല നിങ്ങൾ കേൾക്കുക, വ്യത്യാസം ഉണ്ടായിരിക്കും. സോ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അത് മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇനി ഇതിൻ്റെ ബാറ്ററി ലൈഫിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഫുൾ ചാർജ് ആവാനായിട്ട് ഏകദേശം ഒരു 4 മണിക്കൂറിനടുത്ത് ടൈം എടുക്കുന്നുണ്ട്. 3.5-4 മണിക്കൂറോളം 0 to 100 ആവാനായിട്ട് എടുക്കുന്നുണ്ട്. ഈ RGB ലൈറ്റ് കാര്യങ്ങളെല്ലാം ഓൺ ആക്കിക്കൊണ്ടാണ് പാട്ട് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ 6 മണിക്കൂറിനുള്ളിൽ ഇത് കംപ്ലീറ്റ്ലി ഡ്രെയിൻ ഔട്ട് ആവും. 0 to 100 ഡ്രെയിൻ ഔട്ട് ആയി പോകുന്നുണ്ട്. 6-6.5 മണിക്കൂർ. ഈ RGB ലൈറ്റ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 8-9 മണിക്കൂറോളം നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. സോ കിഡിലൻ ബാറ്ററി ലൈഫാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ആ ഒരു കാര്യത്തിൽ ഇതിനെ സമ്മതിച്ച് കൊടുക്കണം. 9 മണിക്കൂർ RGB ലൈറ്റ് ഇല്ലാണ്ടും 6 മണിക്കൂർ വിത്ത് RGB ലൈറ്റും 6-6.5 മണിക്കൂറൊക്കെ കിട്ടും. 7 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്നത്. പ്രാക്ടിക്കലി എനിക്ക് കിട്ടിയത് 6 മണിക്കൂറും 20 മിനിറ്റാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതാണ് നല്ലൊരു FM ക്വാളിറ്റി കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്സിൻ്റെ സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. മെമ്മറി കാർഡ് ഇടാനായിട്ട് ഉള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് കൂട്ടാം. ആ ഒരു ഓപ്ഷനും കൂടി കൊടുക്കേണ്ടതായിരുന്നു. USB കുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഓവറോൾ ഈ ഒരു 3600 രൂപയ്ക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല വോക്കൽ ക്വാളിറ്റിയാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാനായിട്ട് ഓക്കെയാണ്. അതല്ല നിങ്ങൾക്ക് ആ ഒരു ലൗഡ്നെസ് ഇഷ്ടപ്പെടുന്ന ആളാണ് അല്ലെങ്കിൽ ഓവർ ബേസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കിത് നിരാശപ്പെടുത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുണ്ടാവും ഈ ഒരു പ്രൊഡക്റ്റ്. എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.